തൻ്റെ ബിസിനസ് ഡീലെല്ലാം കയ്യിൽ നിന്ന് പോയിട്ട് ബിസിനസ് സാമ്രാജ്യം തകരുന്നായപ്പോഴത്തേക്കിനും സ്വന്തം മകളെ ബിസിനസ് ചെയ്യാൻ വന്ന ആളുകളുടെ കൂടെ കിടക്കാൻ വിട്ട ഒരു ബിസിനസ്സുകാരൻ. അങ്ങനെ ഒരു തവണ അവൻ തൻ്റെ മകളെ വിടുന്ന ഒരു കിളവൻ്റെ കൂടെയാണ്. പിന്നീട് എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിയ എന്ന് പറഞ്ഞ് 2014 റിലീസ് ചെയ്ത റഷ്യൻ സിനിമയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഈ സിനിമ നമ്മളെ കാണിക്കുന്ന നായികയായിട്ടുള്ള ലിയനെയായിരുന്നു. അവളുടെ അച്ഛനാണെങ്കിൽ വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ തന്നെ CEO ആയിരുന്നു. ഇവൾക്കാണെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു 20 വയസ്സായിട്ടുണ്ടായിരിക്കും. നല്ല ലുക്കുമാണ് കാണാനൊക്കെ. അങ്ങനെ അവളുടെ അച്ഛനാണെങ്കിൽ ഇന്ന് വലിയൊരു ഡീല് നടക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അങ്ങനെ അവളുടെ അച്ഛൻ അതൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് ലിയ ചെന്ന് കാര്യം ചോദിക്കുമ്പോഴത്തേനും അവളുടെ അച്ഛൻ പറയും, ഇന്ന് വലിയൊരു ഡീല് നടക്കുക, അതിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടി ഒന്ന് പ്രാക്ടീസൊക്കെ ചെയ്യുവാന്ന്. അതായിരിക്കും ലിയ ചോദിക്കും, ഇവളും വന്നോട്ടെ എന്ന് അച്ഛൻ്റെ കൂടെ. കാരണം ഇവളവിടെ വന്നിട്ട് ഒരുപാട് സംസാരിക്കത്തൊന്നുമില്ല, മിണ്ടാതെ തന്നെ ഇരുന്നോളാന്ന് പറയും. പക്ഷെ അച്ഛനാണെങ്കിൽ ആദ്യം അങ്ങ് സമ്മതിക്കത്തില്ല. പിന്നീട് 2 മിനിറ്റ് ആലോചിച്ചിട്ട് അങ്ങ് സമ്മതിക്കും. അങ്ങനെ അവർ മീറ്റിങ്ങിൽ പോകുമ്പോൾ തയ്യാറൊക്കെ ആവും. അന്നേരം ലിയോടാണെങ്കിൽ അവളുടെ അച്ഛൻ ചോദിക്കും അവന് ടൈയുടെ ആവശ്യമുണ്ടോയെന്ന്. അപ്പോൾ ലിയോ പറയും ടൈ വേണ്ട, അല്ലാതെ തന്നെ പൊക്കോളാൻ പറയും. അങ്ങനെ അവളുടെ അച്ഛനാണെങ്കിൽ ആദ്യം ഡീലിന് മുന്നേയുള്ള മീറ്റിങ്ങിലേക്ക് പോകും. ലിയ ആണെങ്കിൽ റൂമിൽ ഇരിക്കും. അവൾക്കാണെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യാനൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് അവളാണെങ്കിൽ അവളുടെ അച്ഛൻ്റെ ഡ്രസ്സൊക്കെ അവൾ ഇങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് അവളാണെങ്കിൽ ഒന്ന് കുളിച്ച് റെഡിയാവും. അങ്ങനെ നേരെ അവളാണെങ്കിൽ അവർ തങ്ങിക്കൊണ്ടിരുന്ന ഹോട്ടലൊന്ന് ചുറ്റി കാണാൻ വേണ്ടി പോകും. പക്ഷേ ലിയയുടെ അച്ഛനാണെങ്കിൽ റൂമിൽ നിന്ന് വെളിയിറങ്ങില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളതൊക്കെ ഓർക്കാതെ ഒരു കുപ്പി വെള്ളം മേടിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ അങ്ങനെ അവൾ പുറത്തോട്ട് പോകുമ്പോഴത്തേക്കിനും ലിഫ്റ്റിൽ കയറുമ്പോഴത്തേക്കിനും അവിടെ മറ്റൊരു പുരുഷൻ നീതാണ്. അവനാണെങ്കിൽ ലിയേക്കാളും അത്യാവശ്യം നല്ല പ്രായമൊക്കെ ഉള്ളവനായിരുന്നു. അവൻ നൈസായിട്ട് പട്ടാനി കൈയമർത്തുന്ന പോലെ ഇവളുടെ ദേഹത്തൊന്നും തൊടും. ഇവൾക്ക് കാര്യം പിടിയിട്ടെങ്കിൽ ഇവളാണെങ്കിൽ ഇങ്ങനെ മിണ്ടാതിരിക്കും. അവനാണെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്തത് വരുന്നത്. ലിയാണെങ്കിൽ പ്രതികരിക്കത്തൊന്നുമില്ല. അങ്ങനെ ആ ചൂയിങ്കോൻ ചവച്ചോണ്ട് അങ്ങനെ തന്നെ അങ്ങ് നിൽക്കും. പക്ഷേ അവനാണെങ്കിൽ ലിയയുടെ ഈ പെരുമാറ്റം കണ്ട് ഇഷ്ടപ്പെടും. അവൾക്ക് പിന്നെ അവിടെ എന്തൊക്കെയോ തോന്നിയുകൊണ്ട് അവൾ മിണ്ടാതിരുന്നെന്ന് ഇവൻ വിചാരിക്കും. അങ്ങനെ അവനാണെങ്കിൽ ആ ലിഫ്റ്റ് നിൽക്കുമ്പോൾ ഇവിടെ സൗന്ദര്യമൊക്കെ ഒന്ന് ആസ്വദിക്കും. അത് കഴിഞ്ഞ് അവൻ്റെ ഫ്ലോർ എത്തിയപ്പോഴത്തേക്കും അവൻ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ലിയനെ ഒന്നുകൂടി ഒന്ന് സൂക്ഷിച്ച് നോക്കും. ലിയയാണെങ്കിൽ പിന്നീട് റൂമിലേക്കൊക്കെ പോകും. അന്നേരം അവളുടെ അച്ഛനാണെങ്കിൽ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ ചോദിക്കും അകത്തിരിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെന്തിനാണ് വെളിയിൽ പോയത്. അന്നേരം ലിയ പറയുന്നത് വെള്ളം മേടിക്കാൻ വേണ്ടി പോയതാണെന്ന്. പക്ഷേ അവളുടെ അച്ഛനാണെങ്കിൽ അത് ഇഷ്ടപ്പെടത്തില്ല. പറയാതെ പോയതിന് അവളോട് ദേഷ്യപ്പെടും. അങ്ങനെ അവൾ വിഷമിച്ച് നിൽക്കുന്ന കാണുമ്പോഴത്തേക്കിനും അവളുടെ അച്ഛനാണെങ്കിൽ അവളെ കെട്ടിപ്പിടിച്ചിട്ട് പറയും അവളല്ലാതെ ഇവന് വേറെ ആരുമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. പിന്നീട് അവളുടെ അച്ഛൻ പറയും ഹോട്ടൽ മാനേജ്മെൻറ്റിൽ അവരാണെങ്കിൽ ഒരു ബിസിനസ് പാർട്ടിയൊക്കെ ഒരുക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ ഡ്രസ്സൊക്കെ മാറിയിട്ട് അങ്ങോട്ട് വരാൻ വേണ്ടി. അങ്ങനെ ഡ്രസ്സൊക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ലിയ ആണെങ്കിൽ അവളുടെ അച്ഛനോട് ചോദിക്കും എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മീറ്റിംഗ് എന്നൊക്കെ, ഡീല് കിട്ടുമോയെന്ന്. പക്ഷേ അവളുടെ അച്ഛനാണെങ്കിൽ അതിനൊന്നും ഉത്തരം പറയത്തില്ല. പകരം അവനാണെങ്കിൽ ഇവളെ നോക്കിക്കൊണ്ട് ഇവളുടെ ഡ്രസ്സിനെ പറ്റിയൊക്കെ പ്രശംസിച്ചുകൊണ്ടിരിക്കും. പിന്നീട് അവർ രണ്ടുപേരും ആ പാർട്ടിയിലേക്ക് പോകും. അവിടെയാണെങ്കിൽ ലിയയുടെ അച്ഛൻ ക്രിസ്റ്റി എന്ന് പറഞ്ഞ ആളെ ലിയയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. അതാണെങ്കിൽ ആ ലിഫ്റ്റ് വെച്ച് കണ്ട പ്രായമുള്ള മനുഷ്യനായിരുന്നു. അങ്ങനെ ലിയയുടെ അച്ഛനും ക്രിസ്റ്റിനെയും കൂടെ സംസാരിക്കാൻ വേണ്ടി അങ്ങോട്ട് മാറിയിരിക്കും. ലിയ ആണെങ്കിൽ പാർട്ടിയിലുള്ള ബാക്കിയുള്ളവരൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. പിന്നീട് അവൾ കാണുന്നതെന്ന് വെച്ചാൽ അവളുടെ അച്ഛനും ക്രിസ്റ്റിനും തമ്മിൽ എന്തൊക്കെയോ ചെറിയ ഉടക്ക് പോലെ അത്രയ്ക്ക് നല്ലതല്ലാത്ത രീതി സംസാരിക്കുന്നതായിരുന്നു. അങ്ങനെ അവൾ എന്നിട്ട് അവളുടെ അച്ഛനോട് സഹായം വേണമെന്നൊക്കെ ചോദിക്കും. പക്ഷേ അവളുടെ അച്ഛനാണെങ്കിൽ ദേഷ്യത്തോടെ നിൽക്കുമായിരുന്നു. ആ ദേഷ്യമാണെങ്കിൽ ഇവളോട് തീർക്കും. ഇവളോട് ചോദിക്കും ഇവന് പറ്റാത്ത ഡീലാണോ ഇവളായിട്ട് നേടാൻ പോകുന്നതെന്ന്. ഇത് കണ്ട് ലിയയ്ക്ക് ഭയങ്കര വിഷമമായിട്ട് അവൾ ഹോട്ടലിലെ ടെറസിലേക്ക് പോകും. അങ്ങനെ അവിടെയായിട്ട് ക്രിസ്റ്റി നിൽപ്പുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഇവളോട് ചോദിക്കും പാർട്ടിയൊക്കെ ഇഷ്ടമായോന്ന്. ലിയ പറയും ഇത് വലിയ പ്രത്യേകതയൊന്നും ഇല്ലായിരുന്നല്ലോ, എല്ലാ പാർട്ടി പോലെ തന്നെ ആയിരുന്നല്ലോ എന്ന്. അങ്ങനെ അവനാണെങ്കിൽ അവൻ്റെ മഫ്ലർ എടുത്ത് അവളുടെ കഴുത്തിലേക്ക് ഇട്ടിട്ട് പറയും തണുപ്പ് കൂടുതലാ, ഇച്ചിരി ചൂടൊക്കെ കൊള്ളാൻ. പിന്നീട് ഇവളോട് കാര്യങ്ങളൊക്കെ ചോദിക്കും എവിടെയാണ് താമസിക്കുന്നതെന്നൊക്കെ. അപ്പോഴത്തേക്കിന് ഇവൾ പറയും ആദ്യം സ്വിറ്റ്സർലൻഡിലായിരുന്നു, പിന്നീട് ന്യൂസിലാൻഡിൽ താമസിക്കുന്നുണ്ടെന്ന്. അന്നേരമാണ് ക്രിസ്റ്റ്യൻ ചോദിക്കുന്നത് ഇവൾക്ക് ഒറ്റപ്പെടലൊന്നും അനുഭവിക്കുന്നില്ലേ, ഫുൾ ടൈം ഒറ്റയ്ക്കല്ല എന്നൊക്കെ. പക്ഷേ അന്നേരം ലിയ പറയും ഇല്ല, ഒത്തിരി പേരുമായിട്ട് ഇവൾ മിങ്കിൾ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒറ്റപ്പെടലൊന്നും തോന്നാറില്ലെന്ന്. അതിന് വീണ്ടും മീറ്റിങ്ങിലേക്ക് ക്രിസ്റ്റ്യൻ പോകും. അവിടെ വെച്ച് മീറ്റിംഗ് ചെയ്ത് വില കുറയ്ക്കുന്ന കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ പോലും ക്രിസ്റ്റ്യൻ്റെ നോട്ടം മുഴുവൻ ലിയയിലോട്ടായിരുന്നു. അവനാണെങ്കിൽ അവളോട് ഭയങ്കരമായിട്ട് ഒരു അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനാണെങ്കിൽ പതിയെ അവളോടൊന്ന് അടുക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കും. ലിയയ്ക്കാണെങ്കിൽ എന്തൊക്കെ അസ്വസ്ഥത തോന്നുമായിരുന്നു. പക്ഷേ ആ മീറ്റിങ്ങിന് അവിടെ വെച്ചായതുകൊണ്ട് അവളൊന്നും മിണ്ടത്തില്ല. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞ് ലിയ ആണെങ്കിൽ അവളുടെ അച്ഛനോട് ഈ കാര്യം പറയും. പക്ഷേ അവളുടെ അച്ഛൻ പറയും അങ്ങനെയൊക്കെ തോന്നുന്നതാ, അവൻ പ്രായമുള്ളവനല്ലേ, അവൻ അങ്ങനെയൊന്നും ചിന്തിക്കത്തില്ല, വേറൊരു മെൻറ്റാലിറ്റിയൊക്കെയാണെന്ന് പറയും. അതേശേഷമാണ് പിന്നീട് ഡിന്നർ പാർട്ടി നടക്കുമ്പോഴത്തേക്കിനും ക്രിസ്റ്റീനാണെങ്കിൽ ലിയനെ ഡാൻസ് കളിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നത്. ആദ്യമൊക്കെ അവൾക്കാണെങ്കിൽ എന്തൊക്കെ അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അവൾ പതിയെ ഇവനുമായിട്ടൊരു കമ്പനിയായിട്ട് വന്നുകൊണ്ടിരിക്കും. ഇവളാണെങ്കിൽ ഇവളുടെ അച്ഛൻ നോക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ഇതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ലായിരുന്നു. അങ്ങനെ പതിയെ ഇവർ ഡാൻസ് ചെയ്ത് ക്രിസ്റ്റീനാണെങ്കിൽ ഇവളെ കയറി കിസ്സടിക്കും. അവളുടെ അച്ഛൻ അത് കണ്ടിട്ട് അവിടെ നിന്ന് തൽക്കാലം മാറിപ്പോകും. പിന്നീട് ക്രിസ്റ്റീനാണെങ്കിൽ ഇവളെയും കൊണ്ട് പുറത്തേക്ക് പോകും. അവൻ നേരെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ മുറിയിലേക്കായിരുന്നു. അവിടെ ചെന്നിട്ട് ഇവൾക്ക് ചെറിയ ഡ്രിങ്ക്സൊക്കെ കൊടുക്കും. പിന്നീട് അവർ രണ്ടുപേരും അവിടെ വെച്ച് ബന്ധപ്പെടും. അതെല്ലാം കഴിഞ്ഞ് ക്രിസ്റ്റീനാണെങ്കിൽ തിരിച്ച് എഴുന്നേറ്റ് പോകും. ലിയ ആണെങ്കിൽ ഒറ്റയ്ക്ക് ഇച്ചിരി നേരം ഇരുന്ന ശേഷം അവളും ആ പാർട്ടി ഹാളിലേക്ക് വരും. പിന്നീട് അവൾ വരുമ്പോൾ കാണുന്നത് ക്രിസ്റ്റീനും
പിന്നെ ലിയയുടെ അച്ഛനും കൂടെ സന്തോഷത്തോടെ സംസാരിക്കുന്നതായിരുന്നു. അങ്ങനെ അവൾക്ക് പിടികിട്ടും ക്രിസ്റ്റീനാണെങ്കിൽ അവളുടെ അച്ഛനുമായിട്ടുള്ള ഡീലിനെ സമ്മതിച്ചെന്ന്. അങ്ങനെ അവളാണെങ്കിൽ അവളുടെ അച്ഛൻ്റെ സന്തോഷം കണ്ടിട്ട് ഓടിച്ചെന്ന് അവളുടെ അച്ഛനെയൊക്കെ പ്രശംസിച്ചിട്ട് നേരെ ക്രിസ്റ്റീനെ കയറി എല്ലാവരുടെയും മുമ്പ് വെച്ച് കിസ്സടിയും. പെട്ടെന്നാണെങ്കിൽ അവളുടെ അച്ഛൻ്റെ സ്വഭാവം മാറിയിട്ട് അവനൊന്നും ഇഷ്ടപ്പെടാത്ത രീതിയിൽ അവളെയും കൊണ്ട് അവിടെ നിന്ന് പോകും. ലിയനെയും വലിച്ച് നേരെ പുറത്തോട്ടാണ് കൊണ്ടുവന്നത്. അങ്ങനെ ലിയയ്ക്ക് കാര്യം പിടികിട്ടും. അവളുടെ അച്ഛനാണെങ്കിൽ നൈസായിട്ട് അവളെ യൂസ് ചെയ്തായിരുന്നു ആ ബിസിനസ് കിട്ടാൻ വേണ്ടി മാത്രം. അങ്ങനെ അവളാണെങ്കിൽ പിണങ്ങി അവളുടെ അച്ഛൻ്റെ അടുത്ത് നിന്ന് ദൂരേക്ക് പോകും. പക്ഷേ അവളുടെ അച്ഛനാണെങ്കിൽ പുറകെ വന്ന് അവളെ ചേർത്ത് പിടിച്ചിട്ട് പറയും ഇവളല്ലാതെ വേറെ ആരുമില്ല, അവൾ പോയി കഴിഞ്ഞ് ഇവന് ഒറ്റപ്പെട്ടു പോകുന്നൊക്കെ. പക്ഷേ ലിയയ്ക്കാണെങ്കിൽ അവളുടെ അച്ഛനോടുള്ള വിശ്വാസമെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലിയ ആണെങ്കിൽ കരഞ്ഞോട്ട് നേരെ ടാക്സിയിലോട്ട് കയറും. അതോടുകൂടി ഈ സിനിമ അവിടെ അവസാനിക്കും. അപ്പം ഈ സിനിമയിൽ നിന്ന് ഇതിലാരാണ് തെറ്റുകാരെന്ന് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക. ലിയയാണോ അതോ ലിയയുടെ അച്ഛനാണോ എന്ന്.